എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫിലിം ഫെറ്റേണ്ടി എന്ന സിനിമാ സംഘടനയിലെ പുതിയതായി നിയമിതനായ നമ്മുടെ രാജൻ സാറിന് ഇന്നൊരു ആദരവ് പൊന്നാടയിട്ട് ആദരിക്കുകയാണ്. ആ ആദരിക്കുന്ന ചടങ്ങിലേക്ക് നമ്മുടെ മുഖ്യാതിഥിയായ ബിന്ദുലക്ഷ്മി മാഡം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചടങ്ങിലേക്ക് രാജൻ സാറിനെ പൊന്നാടയിട്ട് ആദരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന ബിന്ദുലക്ഷ്മി മാഡത്തിനെ വേദിയിലേക്ക് ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി കേക്ക് കട്ട് ചെയ്ത് മധുരം നൽകുന്നതിലേക്കായി രാജൻ സാറിനെ ക്ഷണിച്ചോളൂ. ആദ്യം നിനക്കിരിക്കട്ടെ. അടുത്തതായി രണ്ട് വാക്ക് പറയുന്നതിലേക്ക് രാജൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. പ്രിയ മിത്രങ്ങളെ, ഫിലിം ഫെറ്റേണിറ്റിയിലെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. അതിനു മുമ്പ് എനിക്ക് എൻ്റേതായ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഒരു ചെറിയ കഥ. ആ കഥ ദയവേത് നിങ്ങൾ കേൾക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങുകയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ, എൻ്റെ പ്രിയപ്പെട്ട അമ്മ, ആ അമ്മ എന്നെ സംബന്ധിച്ച് വലിയൊരു വികാരമാണ്. കാരണം ഈ അമ്മയ്ക്ക് 53-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന്, ആ ക്യാൻസർ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് അമ്മയെ കൊണ്ടുവരികയാണ്. 1983 ഞാൻ അമ്മയെ കൊണ്ടുവരുന്നത്. അമ്മയെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടാക്കി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസത്തിൽ കൂടുതൽ അമ്മ ജീവിച്ചിരിക്കില്ല എന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. മറ്റൊരു ഡോക്ടർ പറഞ്ഞു അമ്മ കുഴപ്പമില്ല, അമ്മയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുത്തു, അമ്മ ദീർഘകാലം ജീവിച്ചിരിക്കും എന്നൊരു ഡോക്ടർ പറഞ്ഞു. എങ്കിലും കാണിക്കേണ്ടവരെയൊക്കെ കാണിച്ചോളാൻ പറഞ്ഞ് അവർ ഉത്തരവിട്ടു. എല്ലാവരും വളരെ കരച്ചിലും വിഷമമൊക്കെയായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ RCC ആശുപത്രിയിൽ വരുമ്പോൾ മുറിയില്ല. അപ്പോൾ അവിടെ പുറത്തൊരു ലോഡ്ജിൽ മുറിയെടുത്ത് ഞാനും അമ്മയും അവിടെ താമസിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ റേഡിയേഷൻ ചെയ്യാനായിട്ട് പോകും. വളരെ വേദനിക്കുന്ന അമ്മ പറയുന്നു, ഭയങ്കര വേദനയാടാ, സഹിക്കാൻ പറ്റുന്നില്ല എന്നമ്മ പല പ്രാവശ്യം എന്നോട് പറഞ്ഞു. നമ്മൾ സാരമില്ല, നമുക്ക് എന്തായാലും ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സുഖമാകുന്ന ഒരു ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് അമ്മ പേടിക്കണ്ട. അല്ല, എനിക്ക് പേടിയല്ലടാ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അമ്മ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ പുരസ്കാരങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്, ലഭിക്കാറുണ്ട്. അങ്ങനെ അമ്മമാർ പലരും എന്നോട് അവരുടെ കഥകൾ, വേദനിപ്പിക്കുന്ന കഥകൾ അമ്മമാരെന്നോട് പറഞ്ഞു തരും. ഞാനത് കേൾക്കും. അത് ആ ഒരമ്മയുടെ വല്ലാത്ത വേദനിക്കുന്ന ഒരു കഥ പറയാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു കുടുംബം. ആ സമയത്ത് അമ്മച്ചിക്ക് പ്രായമായി. ആ അമ്മച്ചി പ്രായമുള്ള അമ്മച്ചിമാരൊക്കെയും പിഞ്ഞാണിക്കകത്തേക്ക് കോരിയിട്ടൊന്നും ചിലപ്പോൾ ഇല്ല, എല്ലാ സമയത്തും ഉണ്ടാവില്ല. അപ്പോൾ ഈ കലത്തിലിരുന്ന കറി മക്കളൊന്നും കണ്ടു കഴിഞ്ഞാൽ വഴക്കുറയില്ലെന്ന് ഓർത്ത് ആരും കാണാതെ ഒരു കൈയിട്ടൊന്നെടുത്തു.
കഴിച്ചു. മരുമകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, മകൻ്റെ ഭാര്യയ്ക്ക്. അമ്മേ, 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 ഈ തള്ള എവിടെ പോയി കിടക്കുന്നു? നശിച്ച തള്ള, ഇത് എന്തിച്ച തള്ള? ഇതിൽ നിന്ന് വാരത്തിന് ആര് പറഞ്ഞ? ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? കൈയിട്ട് വാരത്തിനോ? ഇത് ആർക്കെങ്കിലും വാരത്ത് കൊടുക്കാൻ പറ്റുമോന്ന്? എന്തെന്ന് പറഞ്ഞാലും അനുസരിക്കില്ലല്ലോ. നശിച്ച തള്ള, നശിച്ച തള്ള. മുടിപ്പിക്കാനായിട്ട് ഒരു ജന്മം പോയി ചത്തൂടെ എവിടെങ്കിലും പോയി. ഓരോ ജന്മങ്ങൾ എന്താണ് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? എന്തെന്നാ നോക്കണത്? എന്തെന്നാണ് കാണിക്കണത്? എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തതല്ലേ? എന്താ അവിടെ ഒരു ബഹളം? രമ്യ, എന്താണ്? എന്താ അത്? അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്തത്? ചോറിൽ എപ്പോഴും കൈയിട്ട് വാരി കഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കഴിക്കാൻ പറ്റുമോ? എന്താ രമ്യ ഇത്? അമ്മ എന്ത് ചെയ്യുന്നതല്ലേ? അമ്മ എന്തും ചെയ്താൽ മറ്റിയാ മതിയോ? നമ്മുടെ അമ്മയല്ലേ ഇത്? ഓ, നമ്മുടെ അമ്മ. എന്തെന്ന്? ഇത് കുറെ ആയി അമ്മ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഒരു കാര്യം, നമുക്ക് എന്തായാലും അനാഥാലയത്തിൽ പോവാ, അതാ നല്ലത്. അതാണ് ഞാൻ പറയണേ. എത്ര നാളുകൊണ്ട് ഞാൻ പറയണ്. സമാധാനിക്ക്, നമുക്കത് ചെയ്യാം ഇന്ന് തന്നെ. കൊണ്ടാക്ക, അതാ നല്ലത്. അമ്മ എന്നും ചെയ്യുന്നതല്ലേ അമ്മ ഇത്? എന്താ ചേട്ടാ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ സൗണ്ട് പുറത്തു കേൾക്കാലോ. അല്ല, അതൊന്നുമില്ല. അത് ഇവിടെ പ്രശ്നമൊന്നും ഇല്ല, തീറ്റപ്രാന്ത്, അത് തന്നെ ഉള്ളു. നമ്മുടെ അമ്മയല്ലേ രമ്യ, അങ്ങനെയല്ല പറയാൻ പറ്റുമോ? ആ തള്ളി നിലത്തിട്ട് ചവിട്ടിയാണ്. പോലീസിനെ വിളിച്ചാലേ? ഹലോ, അങ്ങനെയാണല്ലേ? എന്താണ്ടായേ? അത് ഒന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ലേ? ഇല്ല. എന്താ ഇവിടെ? എന്താ ഇവിടെ? എന്താ ചെറുങ്ങനെ ഒന്ന് എന്ത് പറ്റിയതാ? ഷോക്ക് വന്ന് വീണതാ. എന്താ ശരിക്കും സംഭവിച്ചേ? അതെ, അമ്മ ചോറ് കഴിച്ചു. അപ്പൊ അത് ഇങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോ ഒന്ന് സ്ലിപ്പായതാണ്. എങ്ങനെ? വെള്ളമെല്ലാം വീണിട്ടുണ്ടോ? അത് സാറേ, എന്താ ഡോക്ടറെ? എടീ, നീ അമ്മേനെ അടിച്ചല്ലേ? നിന്റെ തലക്കെട്ട് ഓർമ്മ തന്നാണല്ലോ. നിനക്കൊന്നും നോക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ അനാഥമന്ദിരത്തിൽ കൊണ്ട് ഏൽപ്പിക്കടി. എന്താ വേണ്ടത്? ഞങ്ങൾ ചെയ്യണോ? അതിന് എന്ത് വില വേണമെങ്കിലും ചെയ്തു തരാം. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. താൻ മകനാണോ? എന്ത് മകനാണോ? ആ, വരൂ രാജൻ സാർ, വരൂ. ഇരിക്കൂ. ഇത് എൻ്റെ ഒരു വഴിക്കൊക്കെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. മുരളീധരൻ ആണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിനോട് ഇവിടുത്തെ അമ്മച്ചിയുടെ കാര്യങ്ങൾ, കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും മാഡം അല്ലായിരുന്നു, വേറൊരാളായിരുന്നു. ഞാൻ ഇദ്ദേഹത്തെ അമ്മച്ചീനെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടും ഇദ്ദേഹത്തിന് അമ്മച്ചീനെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. രാജലക്ഷ്മി അമ്മച്ചി. അതെ അതെ, അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചി എന്നോട് പല കഥകളൊക്കെ പറഞ്ഞു. അമ്മച്ചിയുടെ ക്ഷേമ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാൽ ഒന്ന് കാണാൻ വലിയ ആഗ്രഹമായിട്ട് വന്നിരിക്കുന്നതാണ്. വിദ്യ, ഒന്ന് രാജേശ്വരി അമ്മയെ ഒന്ന് കൊണ്ടുവരുമോ?
വരൂ. ഇവര് നിങ്ങളെ കാണാൻ വന്നതാ. അവർക്കെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. കേട്ടോ. ഇവരെ അറിയുമല്ലോ? എന്നെ അറിയും. അപ്പൊ എൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് വന്നതാ. ഇദ്ദേഹം നല്ലൊരു പൊതുജന സേവകനും നല്ല ഉപകാരിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അമ്മച്ചിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ സങ്കടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് കാണുന്ന ഒരാഗ്രഹം വന്നു. അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ വരാൻ കാരണം. മാഡം ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. ഇങ്ങനെ മാഡത്തിന് ഇപ്പം ഈ അമ്മച്ചിനെ കാണാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് ഇവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാ അന്തേവാസികളും ഒരേപോലെ ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റ് മുഖാന്തരം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് സാമ്പത്തികമായിട്ട് സഹായിക്കണമെങ്കിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് മുഖാന്തരം എല്ലാവർക്കും സഹായിക്കാം. ശരി മാഡം, സന്തോഷം. മാഡം, എന്താ? ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. വരൂ, ഇരിക്കും. എന്താ കാര്യം? ഞങ്ങൾ ഓർഫനേജിൽ പോയിട്ടാണ് വരുന്നത്. അവിടെ പോയപ്പോൾ ഞങ്ങൾ അമ്മയെ കണ്ടു. ഞങ്ങൾക്ക് അമ്മയെ ഒത്തിരി ഇഷ്ടമായി. ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ? നന്നായി നോക്കിക്കോളാം. ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി നോക്കാൻ അതിന് കുറേ പ്രൊസീജിയർ ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണം പറഞ്ഞ് അങ്ങനെ അയക്കാൻ പറ്റില്ല. ഒന്നാമത് അവരുടെ ഇഷ്ടം നോക്കണം. അവർക്ക് വരാൻ താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷമേ നമുക്ക് മുന്നോട്ട് അത് വേണ്ട നടപടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അവരെ വിളിക്കാം. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ. ഗീത, ഒന്ന് രാജലക്ഷ്മി അമ്മയെ വിളിക്കൂ. രാജേശ്വരി അമ്മേ, എന്തിനാ വിളിപ്പിച്ചതെന്നറിയോ? ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. ഇവരൊക്കെ അമ്മയെ കൊണ്ടുപോകാൻ വന്ന ആൾക്കാരാ. അവർക്ക് അമ്മയെ വേണമെന്ന്. അപ്പം അവർ കൊണ്ടുപോയിട്ട് അമ്മയെ നല്ലപോലെ നോക്കാമെന്ന് അവർ പറയണ. പോകുന്നോ? എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? വീട്ടിലേക്ക്. ഞങ്ങൾ അമ്മയെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. എൻ്റെ മകന് പോലും എന്നെ വേണ്ട. നിങ്ങൾക്ക് താല്പര്യപ്പെട്ടത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഞാൻ ഇവിടം വിട്ട് ഒരിടത്തും വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ അന്തരീക്ഷം മതി. കാരണം എൻ്റെ മകന് പോലും വേണ്ടല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ശല്യം ചെയ്യുന്നത്? അത് ഒരു ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക്? ഞാൻ വയസ്സായ ആളല്ലേ, ഞാൻ പ്രായമായ ആളല്ലേ. എന്നെ നോക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കൊണ്ടുപോകാന്നൊക്കെ പറയും. പക്ഷെ അവിടെ വരുമ്പം നിങ്ങൾ ആ മനസ്സ് മാറിയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇവിടെ ഇല്ല അവിടെ ഇല്ലാതാകത്തില്ലേ? വാ അമ്മ ഞങ്ങളുടെ കൂടെ. ഞങ്ങൾക്ക് ആരുമില്ലായിട്ടല്ലേ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ താല്പര്യപ്പെട്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് മക്കളെ. പക്ഷേ ഞാൻ ഇവിടം വിട്ട് ഒരിടവും വരില്ല. എനിക്ക് ഈ അന്തരീക്ഷം മാത്രം മതി. ഇപ്പം ഞാൻ ഇതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോയി. സന്തോഷം മക്കളെ, നന്ദി. കരിയാണോ? ഇല്ല മേഡം. വിഷമിക്കാതെ. അതിപ്പം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ. അതുകൊണ്ട് വിഷമിക്കല്ലേ. എപ്പം വേണേലും ഇവിടെ വന്നവരെ കാണാമല്ലോ. എപ്പം വേണേലും വന്നോളൂ, അവരെ കണ്ടോളൂ. വിഷമിക്കണ്ട, അവരെ പറഞ്ഞ് മനസ്സിലാക്കൂ. കമിൻ മാഡം. ആരാ? വരൂ വരൂ വരൂ. ആരൊക്കെയാ? വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ആണല്ലോ കാണുന്നേ. വാ ഇരിക്കി. ഓ, മാഡം ഉണ്ടല്ലോ കൂടെ. സുഖാണോ? പറയേ, എന്താ വന്ന കാര്യം? മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പറഞ്ഞോളൂ. ഇത് ഞങ്ങളുടെ കൗൺസിലറാണ്. അപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി ഒന്ന് വന്നതാണ്. അപ്പോൾ ഒന്ന് അമ്മേനെ കാണാനുള്ളൊരു ആഗ്രഹമുണ്ട്.
അപ്പോൾ മാഡം അതിനൊരു ഇതുവരെ അമ്മയെ കൊണ്ടാക്കിയിട്ട് എത്ര നാളായി? കുറേ ആയി. എത്ര നാളായി അമ്മയെ കൊണ്ടാക്കിയിട്ട്? കുറേ ആയി. ഇതുവരെ മോൻ അമ്മയുടെ ഓർമ്മ വന്നില്ല. ഇപ്പൊ പെട്ടെന്ന് എന്താ ഒരു ബോധോദയം? അമ്മ കൂടെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അമ്മ കൂടെ ആയിരുന്നല്ലോ. അതെ, ചില സാഹചര്യങ്ങളിൽ മനുഷ്യനല്ലേ മാഡം. മോനെ സാഹചര്യം മനുഷ്യനുണ്ടാക്കുന്നതാ അല്ലേ? ഇപ്പൊ എന്താ മാഡത്തിനൊരു മനംമാറ്റം? അമ്മേനെ കാണണം. അപ്പോൾ അദ്ദേഹത്തിന് മനമോട് ചെയ്ത തെറ്റ് എന്താണെന്ന് മനോഹർക്ക് മനസ്സിലായി. അപ്പൊ അമ്മയെ ഇപ്പൊ കൊണ്ടുപോകണം, നന്നായിട്ട് നോക്കിക്കോളാം എന്ന് തീരുമാനിച്ചിരിക്കണം മനമോൻ. പശ്ചാത്താപം നല്ലതാ. പശ്ചാത്താപം നല്ലത് തന്നെ. നിങ്ങൾ പറയുന്നതിൽ എനിക്കൊരു വിയോജിപ്പില്ല. പക്ഷേ അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. ആ മോളെ, അച്ഛമ്മയ്ക്ക് 2 വീടുണ്ടല്ലേ? അത് മോൾക്ക് എങ്ങനെ അറിയാം? പഞ്ചായത്ത് നോട്ടീസിൽ വന്നിട്ടുണ്ട് കരമടയ്ക്കാൻ. അങ്ങനെയാ? മക്കൾക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അത് പറഞ്ഞത്. നിന്റെ അച്ഛൻ പറഞ്ഞില്ലല്ലോ മോളെ. അച്ഛനും അമ്മയും വീടെഴുതി വാങ്ങാനാ ഇങ്ങോട്ട് വന്നത്. മക്കള് പറഞ്ഞില്ലെങ്കിൽ അച്ഛമ്മ എങ്ങനെ അറിയും ഈ കാര്യങ്ങളൊക്കെ? അമ്മേ, എന്റെ മോള് നല്ല കുട്ടിയായതുകൊണ്ടാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ സത്യം അറിയും? എന്റെ മോനെക്കാളും എന്ത് സ്നേഹമാണ് എനിക്ക് എന്റെ മക്കൾക്ക്, എന്റെ ചെറുമോക്ക്. മക്കള് നല്ല വൃത്തിയാ പഠിക്കണം കേട്ടോ. അച്ഛമ്മയെ കാണാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വരുവോ? വരണം. നല്ല മക്കളാണ്. ഉമ്മ അമ്മീനെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ മാഡം. എന്താ എങ്ങനെയാ? അമ്മീനെ മോനല്ലേ ഞാൻ. അതെ, അല്ലാതെ നിങ്ങൾ തമ്മിലല്ലോ. പിന്നെ നിങ്ങൾക്ക് തോന്നുമ്പോ വിടും, അത് കുറെ കഴിയുമ്പോ കൊണ്ടുപോകും. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? അവര് വരുന്നെങ്കിൽ സന്തോഷമായിട്ട് നിങ്ങൾ കൊണ്ടുപോക്കോ, ഞങ്ങൾ വേണ്ടാന്ന് പറയില്ല. അവര് അമ്മ വന്നാലും വന്നില്ലെങ്കിൽ എന്തായാലും ഞങ്ങൾ കൊണ്ടുപോകും. അത് എവിടുത്തെ നിയമാ? അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യും? കൊണ്ടുവന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മയല്ലേ. അതെങ്ങനെയാ കൊണ്ടുപോവാ? വേണ്ടാന്ന് പറഞ്ഞിട്ട് ചത്തില്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളിവിട്ടതല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് വരുമ്പോ അവർക്ക് സമ്മതം ഇല്ലാണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും വിടുന്ന് വിടില്ല. ഞാൻ കൊണ്ടുപോകും. അതെങ്ങനെ കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോയി, എനിക്ക് കൊണ്ടുപോയേ പറ്റൂ. എന്റെ അമ്മയാണ്. നിങ്ങളുടെ ഇപ്പൊ എന്താ കൊണ്ടുപോവാ? മാഡം ആരെയും വിളിക്കുന്നത്? ഹലോ, പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ വിളിക്കണ? പോലീസ് എന്റെ അമ്മയെ കൊണ്ടുപോകാൻ ഞാൻ മാത്രം മതി. ഒന്നും മിണ്ടാതിരിക്കി. അതൊന്നും തീരുമാനിക്കാം. ഇപ്പം പറഞ്ഞില്ലേ തീരുമാനിക്കാം. ഒന്നും മിണ്ടായിരിക്കണോ? മിണ്ടായിരിക്കും. ഹലോ സാർ, ഒന്ന് ഈ അഭയകേന്ദ്രം വരെ ഒന്ന് വരാമോ? എളുപ്പം വരണേ, പെട്ടെന്ന് എത്തണം കേട്ടോ. ഇച്ചിരി ഒരു കാര്യമുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റൂല മാഡം. പോലീസ് അല്ല ആര് വന്നാലും എന്റെ അമ്മയെ കൊണ്ടുപോയി എനിക്കറിയാം. പോലീസ് അല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് ഇതെന്താ വെള്ളരിക്കപ്പെട്ട എന്റെ അമ്മയെ കൊണ്ടുപോയി എനിക്കറിയില്ലേ? അറിയാം. അവിടെ ഇരിക്കും. ഇപ്പൊ തൽക്കാലം ഇരിക്കും. അതെന്താ ഇരിക്കാൻ പറയുന്നത്? തൽക്കാലം ഇരുത്തി തീരുമാനം ഉണ്ടാക്കാം. പ്രശ്നം സാർ, ഇവിടെ ഇത്തിരി പ്രശ്നം. അവര് അന്ന് ഉണ്ടാക്കിയ അതെ. ഇപ്പൊ അവർക്ക് വന്ന് കൊണ്ടുപോകണമെന്നും പറഞ്ഞപ്പോ അമ്മയ്ക്ക് പോകാൻ ഇഷ്ടമില്ല. എന്താ പറഞ്ഞ? അമ്മ എന്താ പറയുന്നേ? അമ്മ പോകുന്നില്ല. പക്ഷെ ഇവർക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞു. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞോ? പിന്നെ എങ്ങനെ ഇപ്പൊ നിങ്ങൾ വേണമെന്ന് പറയുന്നേ? എന്റെ അമ്മേനെയല്ല ഞാൻ നിന്റെ അമ്മയെ കൊണ്ടുകൂടാ. നീ അല്ലേ പറഞ്ഞ അമ്മ വേണ്ടെന്ന്? എന്റെ അമ്മയല്ലേ? നിന്റെ അമ്മയെന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടാത്ത നീ അടിച്ചിട്ടില്ലല്ലേ നമ്മൾ എടുത്തിട്ട് വന്നേ ഇവിടെ കൊണ്ടാക്കിയത്. ഇപ്പൊ എങ്ങനെ നിന്റെ അമ്മ വേണമെന്ന് പറഞ്ഞേ? കാണോ അവിടെ നിന്റെ അമ്മ? വേണ്ട നിന്റെ അമ്മ. ഇത് എന്താ പറഞ്ഞത്? നിന്റെ അമ്മ വേണ്ടതല്ലേ പറഞ്ഞേ? ഇത് മേലാതെ അമ്മയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ബോളം ഉണ്ടാക്കില്ലേ? ഇതെന്താ സ്ഥാപനമല്ലേ? ഇത് സ്ഥാപനമല്ലേ? നിന്റെ നോക്കത്തല്ലേ ഇവിടെ കാണിക്കണ്ടേ? എന്താ